നമ്മളൊക്കെ സ്നേഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്നേഹം എവിടെ നിന്നാണ് കിട്ടുന്നത്? അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് സ്നേഹം കൊടുക്കാറുണ്ട്. നമുക്ക് ആർക്കും ക്ഷമയില്ല. എവിടെ നോക്കിയൊന്നു ക്ഷമയില്ലാത്തതിൻ്റെ പ്രശ്നം എന്നെല്ലാം ഈ രോഗത്തിന് കാരണം. ഈ പ്രശ്നത്തിൻ്റെ എല്ലാം, ഈ യുദ്ധങ്ങളുടെ എല്ലാം പ്രശ്നം എന്താ? ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇന്ന് മനുഷ്യൻ ക്ഷമിക്കാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് വരുന്നത്. ഇന്ന് യുദ്ധങ്ങൾ ആരെങ്കിലും ക്ഷമിക്കാനുണ്ടായിരുന്നു? ഇറാഖ് എന്നെ അടിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും ക്ഷമയില്ല. ആ ക്ഷമയുടെ പശ്ചാത്തലത്തിൽ നിന്ന് അതിൻ്റെ മുന്നിൽ ആരൊക്കെ എന്തെല്ലാം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നറിയോ? നമ്മൾ ഓരോ ക്ഷമിക്കാതെ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൽ കൂടി വരുന്ന എന്തെല്ലാം ദുരിതമാണെന്നറിയോ? ആ ദുരിതം നമ്മളെ എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്നറിയാവോ? ഇന്ന് ക്ഷമിക്കുന്ന തമ്പുരാൻ നമ്മളോട് തമ്പുരാൻ പറഞ്ഞാൽ അങ്ങനെ 7-70 വട്ടം ക്ഷമിക്കണം. അതിന് അറുതിയിൽ നമ്മൾ ഒരു വട്ടം ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, ഞാൻ ഇനി ക്ഷമിച്ചു, ഇനി ക്ഷമിക്കത്തില്ലെന്ന് പറയും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവമേ ഇച്ചിരി നേരം ഒന്ന് ക്ഷമിക്കേണ്ടിയായിരുന്നു പറയും. നേരം നമ്മൾ ചിന്തിക്കാതെ ഓടുക. തമ്പുരാൻ തന്നെ പറഞ്ഞ് നീ ഒരു പാത്തി കടക്കണമെങ്കിൽ പുറകിൽ നിന്ന് നായം പിടിച്ച് മുന്നോട്ട് ഓടിയെങ്കിലും ഇന്ന് ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നില്ല ആർക്കും. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര കരിയും ദേഷ്യം. എന്താ? ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്ത് ക്ഷമിക്കാനുള്ളതല്ല ഇന്നും വാക്കുന്നത്. ഇന്ന് ഇപ്പോഴും ഒരു ദിവസം കൊണ്ട് 2 കിലോ ദൂരത്തിൽ ഓടണമെന്ന് പറഞ്ഞു ഓമ തന്നെ ഉണ്ടാക്കി അത് വളർത്തുന്ന ഇഞ്ചക്ഷൻ കുത്തിയാണ്. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അത് അത്രയോ 5 കിലോ ആക്കണമെന്ന് അവരാഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമ ഒരു ബലമാണ്. ക്ഷമ ആത്മസുഖത്തിന് തുല്യമാണ്. നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ? ഇല്ല, ക്ഷമിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്നേഹമില്ലാത്തതുകൊണ്ട്. ദൈവത്തിൽ സ്നേഹമുള്ളവർക്ക് ക്ഷമിക്കാൻ പറ്റും. 7-70 ആരും ക്ഷമിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ടാകും, ഞാൻ പോകുമ്പോൾ പറയാൻ തമ്പുരാൻ പറയും പോകണ്ട. നമുക്കൊരു സാന്ത്വനമായ ആ സ്നേഹപർശനം തമ്പുരാനിൽ നിന്നും കിട്ടും. ഇത് കിട്ടാത്ത കാലം വരെ നമ്മൾ ക്ഷമിക്കാം. ഞാൻ ബൈബിളിൽ പല കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കണം, സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലവട്ടവും ക്ഷമിക്കാൻ പറ്റാത്ത എന്താ? നമ്മളിലുള്ള ദുരാത്മാവ് നമ്മളെ വഴി നടത്തുന്നുണ്ട്. അതിനെ എടുത്തു മാറ്റി അതാ പറഞ്ഞ് ഉപവസിക്കണമെന്ന് സഹവസിക്കണം. ദൈവത്തോടു കൂടെ ക്ഷമിച്ച് നമ്മളെ തമ്പുരാനിൽ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്താ ക്ഷമിക്കാനുള്ള ഒരു മേഖല ഉണ്ടായിരുന്നു. എത്ര പേര് വന്നായിരുന്നു? അധികം ആൾക്കാർ വരത്തില്ല. കാര്യം പലവരുടെ ഇരിക്കുന്നു ക്ഷമിക്കാൻ പറയാം, ക്ഷമിക്കാനെന്ന്. പക്ഷേ അവരോട് മുഖത്തോട് മുഖ്യം ഞാൻ ക്ഷമിക്കും. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയോ? തമ്പുരാൻ പറഞ്ഞ ശത്രുക്കളുടെ നീ കുടിക്കാൻ വെള്ളം കൊടുക്കുമ്പോൾ അവിടെ തലയിൽ തീക്കടൽ കോരിയിട്ടേക്കുന്നതിന് കൂട്ടാന്നാണ്. നമുക്ക് ക്ഷമിക്കാറുണ്ടോ? നമ്മൾ ക്ഷമ വേണം. അവസാനം വരെ ക്ഷമിച്ചിരിക്കുന്നവൻ ഈ ലോകത്തിൻ്റെ അതിഥിയാവുന്നവർ. ഇനി അവസാനം വരെ ക്ഷമിക്കാൻ, കാക്കാൻ, പ്രാർത്ഥിക്കാൻ, മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്ന തന്നെയാണ്.